ചിക്കാഗോയിൽ ഒരു നാടകീയ സംഭവം നടന്നിട്ടുണ്ട്. US ഇമിഗ്രേഷൻ ഏജന്റുമാർ പിന്തുടർന്നപ്പോൾ ഒരു ഫുഡ് ഡെലിവറി തൊഴിലാളി ധീരമായി രക്ഷപ്പെട്ട സംഭവമാണത്. ഈ സംഭവത്തിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. വീഡിയോയിൽ 10 ICE ഉദ്യോഗസ്ഥരുണ്ട്. അവർ ടാക്ടിക്കൽ ഗിയറും ധരിച്ചിരുന്നു. ചിക്കാഗോ നഗരമധ്യത്തിൽ വെച്ച് അവർ തൊഴിലാളിയെ പിന്തുടർന്നു. കണ്ടവർ പറയുന്നത് ഡെലിവറി തൊഴിലാളി സൈക്കിളിൽ പോകുമ്പോൾ ഏജന്റുമാരെ കണ്ടു എന്നാണ്. പിന്തുടരുന്നതിനിടെ ഒരു ICE ഉദ്യോഗസ്ഥൻ ഗെറ്റ് ഹിം എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. തൊഴിലാളി ഏജന്റുമാരുമായി ശാരീരികമായി ഏറ്റുമുട്ടിയിട്ടില്ല, ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടില്ല. അയാൾ ചില കാര്യങ്ങൾ സംസാരിക്കുക മാത്രമാണ് ചെയ്തത്. ഉദ്യോഗസ്ഥർ ശ്രമിച്ചിട്ടും തൊഴിലാളി രക്ഷപ്പെടുകയായിരുന്നു. ICE ഏജന്റുമാർക്ക് അയാളെ പിടിക്കാൻ കഴിഞ്ഞില്ല. ഈ വീഡിയോ പെട്ടെന്ന് തന്നെ വൈറലായി. ഏജന്റുമാരുടെ പരാജയപ്പെട്ട ഈ ഓപ്പറേഷനെ ആളുകൾ കളിയാക്കി. ഓൺലൈനിൽ വീഡിയോ പബ്ലിഷ് ചെയ്ത് ക്യാപ്ഷൻ ഇട്ടത് ഇങ്ങനെയായിരുന്നു: ഇതാണ് ഒരു ടൗൺ ബൈക്കർ, മഴയോ മഞ്ഞോ ICO ഞങ്ങളെ തടയില്ല. മറ്റൊരാൾ അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ്: ഈ പാരാമിലിറ്ററി ഉപകരണങ്ങൾ ധരിക്കുന്നത് ഒരു ഭാരമാണ്. ഈ കോസ്പ്ലേ യൂണിഫോം ഉണ്ടാക്കിയപ്പോൾ അവർ ഇത് ചിന്തിച്ചു കാണില്ല എന്നാണ്. ഈ സംഭവം US-ലെ കുടിയേറ്റ നിയമങ്ങൾ നടപ്പാക്കുന്നതിലെ പ്രശ്നങ്ങളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എക്സിൽ പല ഉപഭോക്താക്കളും അഭിപ്രായപ്പെടുന്നത് ഇങ്ങനെ തന്നെയാണ്. നിലവിലെ സംവിധാനം തകരാറിലാണെന്ന് അവർ പറയുന്നു. കുടിയേറ്റക്കാർ പലപ്പോഴും നാടുകടത്തപ്പെടുമെന്ന് ഭയന്ന് ജീവിക്കുന്നു എന്നും മറ്റു ചിലർ വാദിക്കുന്നുണ്ട്. ദേശീയ സുരക്ഷയ്ക്കും പൗരന്മാരുടെ ജോലികൾ സംരക്ഷിക്കാനും കുടിയേറ്റ നിയമങ്ങൾ നടപ്പാക്കണമെന്നും അവർ പറയുന്നു. ABC 7 ചിക്കാഗോ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഞായറാഴ്ച ഉച്ചയ്ക്ക് പലരെയും തടഞ്ഞു വെച്ചിരുന്നു. ഇതിൽ കുട്ടികളുള്ള ഒരു കുടുംബവും ഉണ്ടായിരുന്നു. ഒരു മുതിർന്ന US ബോർഡർ പെട്രോൾ ഉദ്യോഗസ്ഥൻ ഇത് സമ്മതിക്കുന്നുമുണ്ട്. ചിലരെ തടഞ്ഞു വെച്ചത് അവരുടെ രൂപം നോക്കിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് പ്രൊഫൈലിങ്ങിനെ കുറിച്ചും നിയമം നടപ്പാക്കുന്ന രീതികളെക്കുറിച്ചും ആശങ്കകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം ട്രംപ് ഭരണകൂടം ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കും LGBT ആശയങ്ങൾക്കും പിന്തുണ നൽകുന്ന വിദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫെഡറൽ ഫണ്ടിംഗ് നിർത്തലാക്കാൻ പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകളുണ്ട്. US ഉദ്യോഗസ്ഥരെയും സന്നദ്ധ സംഘടനകളെയും ഉദ്ധരിച്ചാണ് അമേരിക്കൻ മാധ്യമങ്ങൾ ഈ നയപരമായ മാറ്റം പുറത്തുവിട്ടത്. പുതിയ നയമനുസരിച്ച് ട്രാൻസ്ജെൻഡർ പ്രോഗ്രാമുകൾ, ലിംഗരാഷ്ട്രീയം, ലിംഗസമത്വം എന്നിവയുമായി ബന്ധപ്പെട്ട ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വിദേശ സ്ഥാപനങ്ങൾക്കുള്ള US ഫണ്ടിംഗ് ആണ് നിർത്തലാക്കുക. ഗർഭചിത്ര സേവനങ്ങൾ നിരോധിച്ചുകൊണ്ടുള്ള മെക്സിക്കോ സിറ്റി പോളിസിയുടെ വിപുലീകരണമായിട്ടാണ് ഈ നീക്കത്തെ വിലയിരുത്തുന്നത്. ഈ ഫണ്ടിംഗ് വിലക്ക് സന്നദ്ധ സംഘടനകൾ, വിദേശ സർക്കാരുകൾ, ഐക്യരാഷ്ട്രസഭയുടെ പരിപാടികൾ എന്നിവ ഉൾപ്പെടെ US സഹായം സ്വീകരിക്കുന്ന എല്ലാവർക്കും ബാധകമാകും. അതായത് വിദേശത്തും സ്വദേശത്തുമുള്ള US സഹായം സ്വീകരിക്കുന്ന NGO-കൾ, അന്താരാഷ്ട്ര സംഘടനകൾ, വിദേശ സർക്കാരുകൾ എന്നിവയ്ക്ക് ഗർഭചിത്രം, ലിംഗരാഷ്ട്രീയം തുടങ്ങിയ വിഷയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വിലക്കുണ്ടാകും. നയമാറ്റത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അമേരിക്ക ഫസ്റ്റ് എന്ന വിദേശ നയം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തുടരുമെന്നായിരുന്നു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ പ്രതികരണം. ഗ്ലോബൽ ഹെൽത്ത് കൗൺസിൽ, MSI, റീപ്രൊഡക്റ്റീവ് ചോയ്സസ് തുടങ്ങിയ സംഘടനകളുടെ ട്രംപ് ഭരണകൂടം പദ്ധതിയുടെ വിശദാംശങ്ങൾ അറിയിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.